വിശുദ്ധ ഖുർആനിലെ മനോഹരമായ ഒരു ആയത്താണ് നിസാഉക്കും ഹർസുല്ലക്കും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്. പൊതുവെ അതിനെ വിമർശകരായ ആളുകൾ ഒരുപാട് പരിഹസിക്കലുണ്ട്. ഖുർആൻ എപ്പോഴും ഒരു ലൈംഗികത ഉണർത്തുന്ന ഒരു ഗ്രന്ഥമാണ്, ഖുർആൻ സ്ത്രീവിരുദ്ധമാണ് എന്ന് പറയാനൊക്കെ വിമർശകർ ഈ ആയത്താണ് പരിഗണിക്കുക. ഈ ആയത്തിൻ്റെ നമ്മൾ കേൾക്കുന്നൊരർത്ഥം നിസാക്കും നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കുള്ള കൃഷിയിടങ്ങളാണ്. ഫൗത്തു ഹർസക്കും മന്നാശീത്തും നിങ്ങൾക്ക് തോന്നിയതുപോലെ കൃഷി ചെയ്യാം. അതായത് ഇത് ലൈംഗികതയാണ് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ലൈംഗികമായിട്ട് സ്ത്രീ ഉപയോഗിക്കാം എന്ന് ഖുർആനിൽ പറയുമ്പോൾ ഖുർആനെ സ്നേഹിക്കുന്ന ആളുകൾ വരെ ചോദിക്കലുണ്ട്, എന്നാലും ഖുർആനിലെ ഈ ഒരു പദപ്രയോഗം ശരിയായില്ല, സ്ത്രീകളെ വെറും ഒരു ലൈംഗിക കൃഷിയിടങ്ങളായിട്ടല്ലേ പറഞ്ഞെന്നുള്ളത്. എന്താണ് ഇതിന് സാധാരണ പറയുന്നൊരു മറുപടി? യുക്തിപരമായ ഖുർആനികപരമായ ഒരു മറുപടി കൊടുക്കണമല്ലോ. ആ ഒരു മറുപടിയാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം. അപ്പം അതിൻ്റെ ആമുഖമായിട്ട് ഞാനൊരു കാര്യം പറയാം. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റെ ആശയങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ വേർഡ്സിൻ്റെ മീനിങ് മാത്രം നോക്കിയിട്ടല്ല ഖുർആനെ സമീപിക്കേണ്ടത്. ഖുർആൻ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകൾക്കും ഒരർത്ഥങ്ങളല്ല ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നൊരു വാക്കിനൊരു അർത്ഥമേ ഉള്ളൂ, പക്ഷെ ഖുർആനിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ കാലാതീതമായിട്ട് മീനിങ് പറയാവുന്ന രീതിയിലുള്ള അത്ഭുതകരമായ പദപ്രയോഗങ്ങളാണ് ഖുർആനിലുണ്ടായിരുന്നത്. അതായത് ഖുർആനിലെ ഓരോ ആയത്തിറങ്ങാനും ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തിലുപരി ലോകാവസാനം വരെ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള മീനിങ്ങുകളുള്ള പദപ്രയോഗങ്ങളായിരിക്കും ആ കാരണത്തിന് ഇറങ്ങിയ ആയത്ത്. ഇപ്പോൾ ഈ ഒരു ആയത്തിന് തന്നെ ഇറങ്ങാനൊരു റീസൺ ഉണ്ട്, പക്ഷെ ആ അർത്ഥം എന്തല്ല, ആ റീസണബിൾ മാത്രമല്ല. ഈ ഒരു ആമുഖത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഖുർആനെ സമീപിക്കേണ്ടത്. ഹബീബായ റസൂലുള്ള ഒരു ഖുർആൻ വ്യാഖ്യാനവും നടത്തിയിട്ടില്ല. ആദ്യത്തെ ഖുർആൻ വ്യാഖ്യാനം നടത്തിയത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കാലങ്ങൾക്ക് ശേഷം ഒരുപാട് മഹാന്മാരായ ആളുകൾ വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. ആ വ്യാഖ്യാനം നടത്താൻ കാരണം എന്താണ്? ഓരോ കാലങ്ങൾക്കും വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ഓരോ ആളുകളും ഇങ്ങനെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നടത്തിയത്. ആമുഖമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഖുർആനിലെ ഇൻസാൻ എന്ന് പറഞ്ഞാലും അബ്ദ് എന്ന് പറഞ്ഞാലും നിസാ എന്ന് പറഞ്ഞാലും റജുൽ എന്ന് പറഞ്ഞാലും അതിൻ്റെ പദപ്രയോഗങ്ങളുടെ അർത്ഥങ്ങൾ മാത്രമല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സനത്ത് എന്നുള്ളൊരു വേർഡ് പറഞ്ഞ് വർഷം എന്നാണ് അർത്ഥം. ആമ് എന്ന് പറഞ്ഞാലും വർഷം എന്നാണ് അർത്ഥം. ഖുർആനിൽ പര്യായ പദങ്ങളില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഖുർആനിൽ സനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആമ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പര്യായ പദങ്ങളല്ലേ? ഒരിക്കലുമല്ല. നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്താണ് ഈ പദപ്രയോഗം പ്രധാനമായിട്ട് നടത്തിയിട്ടുള്ളത്. അവിടെ കാണാം, നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ജീവിച്ച വർഷത്തിനെ സനത്ത് എന്നും, കപ്പലുണ്ടാക്കിയിട്ട് ആ വെള്ളപ്പൊക്കം കഴിഞ്ഞ് കപ്പൽ രക്ഷപ്പെട്ടിട്ട് പിന്നെ ജീവിച്ച വർഷത്തിനെ ആമ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ആളുകൾ ഇസ്ലാമിലേക്കൊന്നും ക്ഷണിച്ചിട്ടും വരാത്ത പ്രയാസങ്ങൾ നിറഞ്ഞ വർഷത്തിനെ ഖുർആൻ പരാമർശിച്ച പ്രയോഗമാണ് സനത്ത്. എന്നാൽ അവർ മുഴുവനും നല്ലവരായ ആളുകൾ മുഴുവനും കപ്പൽ കയറുകയും പിന്നീട് അവരുടെ സുന്ദരമായ ജീവിതത്തെ പരാമർശിക്കുമ്പോൾ അവിടെ ആമുൻ ഇല്ലാഫി ഹംസീൻ ആമ 50 വർഷം ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രയോഗം കാണാം. അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ആമ് എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള വളരെയധികം പ്രതീക്ഷയുള്ള കാര്യത്തിന് മാത്രമാണ് ആമ് എന്ന് പറയുക. ഇന്നും അറബികൾ ഹാപ്പി ന്യൂ ഇയർ വന്നാൽ കുല്ലു ആമിൻ വ അൻതും ബി ഖൈർ എന്നാ പറയാറ്. കുല്ലു സനത്തിന് അൻതും ബി ഖൈർ എന്ന് പറയലില്ല. അറബികൾക്കറിയാം ആമ് എന്നുള്ള പ്രയോഗം സന്തോഷമുള്ളതിന് മാത്രമാണ് പറയുക. അപ്പോൾ ഖുർആനിലെ ഓരോ നിസാ എന്ന് പറയുന്ന പദം സ്ത്രീകൾക്ക് മാത്രമല്ല, റജുൽ എന്ന് പറഞ്ഞാൽ അത് പുരുഷൻക്ക് മാത്രമല്ല. ഫാത്തിമ ബീവിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഫാത്തിമ റജുലിൻ. ഫാത്തിമ ഒരു പുരുഷനാണ് എന്നാണ് അർത്ഥം. അതായത് എല്ലാ തരത്തിലും ആർജവമുള്ള ആത്മീയമായ ഉന്നതിയുള്ള ആളുകൾക്ക് പറയുന്ന പേരാണ് റജുൽ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ ആയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിസാക്കും ഹർസുല്ലക്കും എന്ന് പറയുന്നത് നിസാ എന്ന് പറഞ്ഞ സ്ത്രീകളാണോ എന്ന് വെച്ചാൽ അത് സ്ത്രീകളാണ് എന്ന് മാത്രം അർത്ഥത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഖുർആനിലെ മറ്റു പല സ്ഥലങ്ങളിലും ഈ വേർഡുകൾ പറഞ്ഞിട്ടുണ്ട്. ആ വേർഡുകൾക്കൊന്നും അർത്ഥം അവിടെ സ്ത്രീ എന്നല്ല. മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്, ഇന്നമൻ നിസാഉ അസിയാദ. നിസാ എന്ന് പറഞ്ഞാൽ അസിയാദത്താണ് എന്നുള്ളത് മഹാന്മാർ പഠിപ്പിച്ചു, അതായത് വർധനവ്. അപ്പോൾ മഹാന്മാരായ ആളുകൾ മശായിഖന്മാർ കൊടുക്കുന്ന ഒരു അർത്ഥം നിസാക്കും ഹർസുല്ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വർധനവ് വരണമെങ്കിൽ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ കൃഷി, അതായത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്, അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക എന്നാണ് ഈ ആശയത്തിനർത്ഥം. ഫൗത്തു ഹർസക്കും മന്നാശീത്തും, നിങ്ങളുടെ കൃഷി എന്താണോ, കൃഷി എന്ന് പറഞ്ഞതൊരു എക്സാമ്പിൾ മാത്രമാണ്. അത് നിങ്ങളുടെ ബിസിനസ് ആവാം, നിങ്ങളുടെ ജോലിയാവാം. അപ്പോൾ നിങ്ങൾക്കൊരു സിയാദത്ത് വർധനവ് വരണോ, നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം വളരെ നന്നായിട്ട് വളരെ കണിശതയോടുകൂടി ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് വർധനവ് കിട്ടും. അപ്പം ഞാൻ ചോദിക്കും, ഹർസ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളുടെ ലൈംഗികതയല്ലേ? ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ സ്ത്രീകളെ കുറിച്ചുള്ള ലൈംഗികതയാണെങ്കിൽ സ്ത്രീകളോട് എന്താ പറയാണ്ടാവുക? അതായത് പുരുഷന്മാരോട് സ്വന്തം ഭാര്യ എങ്ങനെ വേണമെങ്കിലും ലൈംഗികമായിട്ട് ബന്ധപ്പെടാം എന്നതാണ് ഈ ആയത്തിന് അർത്ഥമെങ്കിൽ അപ്പോൾ അള്ളാഹുവിന് സ്ത്രീകളോട് പറയേണ്ടി വരില്ലേ? അപ്പോൾ അതെവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇതൊരു ലൈംഗികമായൊരു കാര്യത്തിന് മാത്രമല്ല, ഈ വാക്ക് ഇറങ്ങാനുള്ള, ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണത്തിനപ്പുറം
ഈ ആയത്തിന് ലോകാവസാനം വരെ അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മശായിഖന്മാർ കൊടുക്കുന്ന ഒരു അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. നിസാക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ സിയാദത്ത്, നിങ്ങളുടെ വർധനവ്, നിങ്ങളുടെ ജോലി എന്താണോ, നിങ്ങളുടെ കൃഷി എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഖുർആനിൽ മറ്റൊരായത്തിൽ പറയുന്നുണ്ട്. ഷൂറ എന്ന് പറയുന്ന ഒരു സൂറത്തിൽ 20-ാമത്തെ ആയത്തായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. മൻ കാന യുരീദു ഹർസൽ ആഖിറത്തി നസീദു ലഹു ഫീ ഹർസിഹി. അതായത് ഒരാൾ ദുനിയാവിൻ്റെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ഒമൻ കാന യുരീദു ഹർസൽ ദുനിയാ ഉത്തിഹി മിൻഹ. അതായത് ആഖിറത്തിൻ്റെ കൃഷിയാണ് ഉദ്ദേശിക്കണമെങ്കിൽ അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇവിടെ ഹർസ് എന്നുള്ളത് ഖുർആനിൽ തന്നെ കൃഷി എന്ന അർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹർസ് എന്ന് പറഞ്ഞാൽ ലൈംഗികത എന്ന അർത്ഥത്തിനല്ല, അതൊരു കൃഷിയാണ്. നമ്മുടെ ജോലി എന്താണ്, നമ്മുടെ അധ്വാനം എന്താണ് എന്ന അർത്ഥത്തിലാണെന്നത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ ഖുർആൻ്റെ വ്യാഖ്യാനം എന്നുള്ളത് ഏതെങ്കിലും പരിഭാഷ വായിച്ചിട്ടോ പറ്റോ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയല്ല. ഖുർആൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത് മശായിഖന്മാരിൽ നിന്ന്, അതായത് യഥാർത്ഥ അർഹതയുള്ള ഗുരുക്കന്മാരിൽ നിന്ന്, സൂഫി ഗുരുക്കന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു പരിഭാഷ വായിച്ചിട്ടോ അറബി വ്യാകരണം അറിയാമെന്ന് കരുതിയിട്ടോ അറബിയുടെ അർത്ഥം അറിയാമെന്ന് കരുതിയിട്ടോ നമ്മൾ ഒരിക്കലും ഖുർആനെ സമീപിക്കരുത്. അങ്ങനെ സമീപിക്കുമ്പോഴാണ് ഖുർആൻ ഒരു മാനുഷിക വിരുദ്ധമായിട്ടും ഖുർആൻ ഒരു സ്ത്രീ വിരുദ്ധമായിട്ടും ഒക്കെ പല ആളുകളും ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഖുർആനിൽ നിസാ, മൻസ, നസീ എന്നൊക്കെ പറയുന്നതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. അതൊന്നും സ്ത്രീ എന്നൊരർത്ഥത്തിനല്ല. ഇതെല്ലാം ഒരേ ധാതുവിൽ നിന്നാണ്. അപ്പോൾ നിസാക്കും ഹർസുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ കൃഷിയിടങ്ങൾ എന്നത് മാത്രമല്ല ഇതിനർത്ഥമുള്ളത്. വ്യാപകമായിട്ട് മശായിഖന്മാർ പറഞ്ഞ അർത്ഥം ആ വാക്കിനപ്പുറം നിങ്ങളുടെ സിയാദത്ത്, നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്. അത് നിങ്ങൾ ദുനിയാവിന് വേണ്ടി കൃഷി ചെയ്യുകയാണോ, ദുനിയാവ് കിട്ടും. അതിൽ ആഖിറത്തിന് വേണ്ടിയാണോ നിങ്ങളുടെ പെടാപ്പുറപ്പാട്, നിങ്ങളുടെ അധ്വാനമെങ്കിൽ ആഖിറം കിട്ടും. പക്ഷേ പലപ്പോഴും ഈ ആയത്തിനെ മുന്നിൽ നിർത്തിയിട്ട് ഇറങ്ങാനുള്ളൊരു കാരണത്തെ മാത്രം ചൂസ് ചെയ്തിട്ട് ഈ ആയത്ത് സ്ത്രീ വിരുദ്ധമാണ്, സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാക്കി മാത്രമേ ഖുർആൻ കാണുന്നുള്ളൂ എന്നൊക്കെ വിമർശകർ പറയാറുണ്ട്. ആ വിമർശനത്തിന് ഇടയാക്കിയത് നമ്മൾ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരം. ഇപ്പോൾ ഖുർആൻ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഖുർആൻ്റെ ഭാഷാപരമായ അർത്ഥങ്ങൾക്കപ്പുറം കാലോചിതമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മശായിഖന്മാർ എന്നുള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഖുർആനെ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്ന ആ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളായിട്ട് മാറും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ കാരണം ഈ ഒരു ആയത്തിനെ മുൻനിർത്തിയിട്ട് പലപ്പോഴും ഖുർആൻ വിമർശകരോ ഇസ്ലാം വിമർശകരോ എക്സ് മുസ്ലിംസോ ഇതൊരു ഖുർആൻ സ്ത്രീ വിരുദ്ധമാണ് എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ആയത്തുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സത്യം, അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മശായിഖന്മാർ കൊടുത്ത വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ വ്യാഖ്യാനമല്ല. അള്ളാഹു നമുക്ക് നല്ലത് കാണാനും സ്വീകരിക്കാനും ഖുർആൻ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഖുർആൻ എന്നുള്ളത് നമ്മൾ ആശയം അറിയണമെന്നൊന്നുമില്ല. ഖുർആൻ അള്ളാഹിൻ്റെ റസൂലുള്ളാഹിക്ക് അള്ളാഹു ഇറക്കി കൊടുത്തതാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ അള്ളാഹു ഇറക്കി കൊടുത്ത കാര്യത്തിന് ലോകാവസാനം വരെ വ്യാഖ്യാനിക്കാൻ പഴുതുകളുള്ള ഭാഷാ പ്രയോഗങ്ങളാണ് ഖുർആനിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഇറങ്ങാനുള്ള റീസൺ മാത്രം മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യരുത്, ഖുർആനെ വ്യാഖ്യാനിക്കരുത്. ഖുർആൻ്റെ പദപ്രയോഗങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഏത് രീതിയിലും വ്യാഖ്യാനിക്കാവുന്ന പദപ്രയോഗങ്ങളാണ് ഖുർആനിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഞാൻ പറയുന്ന അർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് 500 കൊല്ലം കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളില്ല. കാരണം ഇത് ഞാൻ പറയുന്ന വാക്കാണ്, മറ്റത് അള്ളാഹുവിൻ്റെ വാക്കാണ്. അതാണ് വ്യത്യാസം. ഖുർആൻ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.